അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പരിശുദ്ധ ഖുർആനിൽ നിരവധി അധ്യായങ്ങളിൽ അള്ളാഹു മനുഷ്യരായ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചത്തിലെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച്, ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുശേഷം സുബ്ഹാനക ഫഖിന അദാബന്നാർ, അള്ളാഹുവെ അതുകൊണ്ട് നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച്. അവർക്കാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുക എന്നത് വളരെ വിശദമായി ഖുർആനിലെ പല ആയത്തുകളിലൂടെ അള്ളാഹു ഉത്ബോധിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ക്രമീകരിച്ചു സംവിധാനിച്ചിട്ടുണ്ട്. അള്ളാഹു അതിനെക്കുറിച്ചെല്ലാം ഓരോ ആയത്തുകളിലായി സൂചനയും നൽകുന്നുണ്ട്. അള്ളാഹു മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് തന്നെ പറയുന്നത് വലിയ ദൃഷ്ടാന്തമായാണ്. വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അംഫുസിക്കും അസ്വാജ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ജോഡിയായി ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെയുള്ള പർവ്വതങ്ങളിലേക്ക് നോക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. എങ്ങനെയാണ് അള്ളാഹു അവയെ ഭൂമിക്ക് ആണി എന്നോണം സൃഷ്ടിച്ചത് എന്ന്. ഒട്ടകത്തിലേക്ക് നോക്കാൻ പറയുന്നു. അത് എങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടിപ്പെന്നും മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നും. പണ്ട് കാലത്ത് മരുഭൂമിയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ഒരു മൃഗമായിരുന്നു ഒട്ടകം. യാത്രയ്ക്ക് അതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ചരക്കുകൾ വഹിക്കുന്നതിന് ഒട്ടകത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല,
മാസങ്ങളോളം വെള്ളം കുടിക്കാതെ തൻ്റെ ശരീരത്തിന് വേണ്ട വെള്ളമായി തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ എന്ന് പറയുന്നത്. വെള്ളം കിട്ടാതെ വലയുന്ന അറബികൾ ആ ഒട്ടകത്തെ അറുത്തുകൊണ്ട് അതിൻ്റെ പൂഞ്ഞയിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് ജീവൻ നിലനിർത്തിയിരുന്ന ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങളിൽ കാണാം. അള്ളാഹുവിൻ്റെ ഈ ദുനിയാവ്, ഇതേക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നവർക്ക് അത് വളരെ നിസ്സാരമാണെന്നും ഈ ദുനിയാവിന് അള്ളാഹു അവൻ്റെ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും ഈ ദുനിയാവിന് നൽകുന്നില്ല എന്നും തിരിച്ചറിയുന്നതിന് വേണ്ടി ഓരോരോ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ നോക്കിയാലും നമുക്ക് ബോധ്യപ്പെടും. കടൽക്കരയിൽ ഇരുന്നു കൊണ്ട് കടലിനെ നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ നോക്കിയാൽ അവന് മനസ്സിലാകും, ദൂരെ കടൽ കരയേക്കാൾ ഉയർന്നു നിൽക്കുന്നു. അത് ഏത് സമയത്തും കരയിലേക്ക് അടിച്ചു കയറുകയാണെങ്കിൽ ഇവിടെ സുനാമിയായി ഈ ഭൂമി നശിക്കുന്നത് നമുക്കറിവുള്ളതാണ്. ആകാശത്തിലേക്ക് നോക്കൂ, എങ്ങനെയാണ് ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നത്. മനുഷ്യൻ സാധാരണ ഒരു സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വാർപ്പ് നടത്തണമെങ്കിൽ നിരവധിയായ മുട്ടും കുത്തുമെല്ലാം കൊടുത്തിട്ടാണ് അതിനെ സംവിധാനിക്കാറുള്ളത്. ഈ ആകാശത്തിന് എന്ന മേൽപ്പുരയ്ക്ക് തൂണുകളില്ല, ഇത് പരന്നു കിടക്കുന്നു. അതിനപ്പുറം സൂര്യൻ, ചന്ദ്രൻ, കോടാനുകോടി നക്ഷത്രങ്ങൾ, പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളും മനുഷ്യന് അത്ഭുതം പകർന്നുകൊണ്ടേയിരിക്കുന്ന സംഭവങ്ങളാണ്. കടൽ, ഭൂമിയുടെ 1/3 കടലായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. കടലിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഗ്രേറ്റ് മറൈൻ ട്രെഞ്ചാണെന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. എങ്കിലും കടലിലെ ജീവികൾ ഏതൊക്കെയാണ് എന്ന് മുഴുവനായി ഇന്നോളം കണ്ടെത്താൻ ഇത്രയും ശാസ്ത്രീയമായി വികസിച്ചിരിക്കുന്ന ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനു പുറമെ ഭൂമിയുടെ 2/3 കടൽ. മനുഷ്യൻ വസിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് വൻകരകൾ, ദ്വീപുകൾ എല്ലാം കൂടിച്ചേർന്നാലും ഭൂമിയുടെ 1 മാത്രമേ ആകുന്നുള്ളൂ. ഈ ഭൂമിയുടെ ഈ ഒരു ഭാഗത്ത് തന്നെ എല്ലാ ദിക്കുകളിലും മനുഷ്യൻ എത്തിച്ചേർന്നിട്ടില്ല എന്നതും ശാസ്ത്രലോകം അംഗീകരിക്കുന്ന കൗതുകകരമായ ഒരു കാര്യമാണ്. അതുപോലെ പലപ്പോഴും നാം പത്രങ്ങളിൽ വായിക്കാറുണ്ട്, ഇന്ന് ഒരു വിഭാഗം പക്ഷിയെ കണ്ടെത്തി, ഇന്ന് ഒരു തരം ശലഭത്തെ കണ്ടെത്തി, ഇന്ന് ഒരു തരത്തിലുള്ള മൃഗത്തെ കണ്ടെത്തി എന്നൊക്കെ. അപ്പം അതിൻ്റെ അർത്ഥം ഇതുവരെ ആ ജനുസിൽപ്പെട്ട മൃഗങ്ങളെ മനുഷ്യൻ്റെ കാഴ്ചയിൽ കണ്ടില്ലായിരുന്നു എന്നാണല്ലോ. ഇതുപോലെ ശലഭങ്ങളായും പക്ഷികളായും മൃഗങ്ങളായും മനുഷ്യരുടെ മറ്റ് വകഭേദങ്ങളായും മനുഷ്യൻ കണ്ടുപിടിക്കാത്ത എന്തെല്ലാം പ്രപഞ്ച സത്യങ്ങൾ. എത്രത്തോളം മനുഷ്യൻ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാലും അവൻ കണ്ടെത്താത്ത മേഖലകൾ നിരവധി അനന്തവിശാലമായി പരന്നു കിടക്കുന്നു. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തിലേക്ക് ഉപഗ്രഹങ്ങൾ അയച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനുള്ള വൈവിധ്യമാർന്ന പഠനങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചൊവ്വയ്ക്ക് പുറമെ ബുധൻ, ശുക്രൻ, വ്യാഴം എന്ന് തുടങ്ങി 100 കണക്കിന് ഗ്രഹങ്ങൾ
നവഗ്രഹങ്ങൾ എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിലും വേറെയും ഒരുപാട് ഗ്രഹങ്ങളുണ്ട് എന്ന് പറയുന്നു. ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെക്കുറിച്ചാണ്. അതേപോലെ ലക്ഷക്കണക്കിന് സൂര്യന്മാരും അതിനനുസരിച്ച് അവയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗാലക്സികളും പ്രപഞ്ചത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം നമ്മെ ഉത്ബോധിപ്പിക്കപ്പെടുന്നത്. മനുഷ്യൻ എത്ര തന്നെ ദൈവമില്ല എന്ന് വാദിക്കുന്നതും മനുഷ്യരിൽപ്പെട്ടവരാണ്. പക്ഷേ അവൻ്റെ ജീവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു, അവന് എങ്ങനെയാണ് ജീവൻ കിട്ടുന്നത് എന്നത് ഇപ്പോഴും ശാസ്ത്രത്തിന് വിവരിച്ചു തരാൻ പറ്റാത്ത കാര്യമാണ്. എന്താണ് ജീവൻ എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു മരിച്ചു പോകുന്ന മനുഷ്യനെ, നമുക്കറിയാം ഭൂമിയിൽ എല്ലാവരും പാവങ്ങളല്ല, കോടാനുകോടികളുടെ ആസ്തിയുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മക്കളോ ബന്ധുക്കളോ ആഗ്രഹിക്കുകയാണ്, തങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഈ വ്യക്തി മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ മറ്റൊരു ജീവൻ കൊടുക്കാൻ കഴിയും എന്ന ശാസ്ത്രീയമായ വിവരങ്ങൾ മനുഷ്യന് ലഭ്യമായാൽ അത് ലോകത്തിൽ ഉണ്ടാക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഖുർആൻ പറയുന്നു, യസ്അലൂനക അനി റൂഹ്, അവർ നിങ്ങളുടെ ജീവനെക്കുറിച്ച് ചോദിക്കും. കുലി റൂഹു മിൻ അംരി റബ്ബി, നബിയെ നിങ്ങൾ പറയേണ്ടത് ജീവൻ എന്നത് രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്, റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. മനുഷ്യന് അതിനെക്കുറിച്ച് വളരെ തുച്ഛമായ അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന്. ഇപ്പോഴും വൈദ്യശാസ്ത്രത്തിന് ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ജീവൻ, ഏത് ഘട്ടത്തിലാണ് അവന് ജീവൻ നൽകപ്പെടുന്നത്, എപ്പോഴാണ് ആ ജീവൻ മാറിപ്പോകുന്നത്, എപ്പോഴാണ് അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ശരീരവുമായി വേർപെടുന്നത് എന്നതിനെക്കുറിച്ച് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെയുള്ള അനന്തകോടിയായ ശാസ്ത്ര സത്യങ്ങൾ, അതേക്കുറിച്ചെല്ലാം മനുഷ്യൻ ബോധവാന്മാരാകുമ്പോൾ തൻ്റെ റബ്ബിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നു. തൻ്റെ സൃഷ്ടാവ് ഇവിടെ പ്രപഞ്ചത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നു. അങ്ങനെ റബ്ബിനെ തിരിച്ചറിഞ്ഞവൻ, തൻ്റെ സ്വത്വത്തെ കണ്ടെത്തിയവൻ, അവൻ വിജയിച്ചു, അല്ലാത്തവർ പരാജയപ്പെട്ടു. അള്ളാഹു വിജയികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.